ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും വിജയമെറ്റിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ മക്കളുടെ സാമൂഹ്യ ശാസ്ത്രത്തിലെ 10ാമത്തെ പാഠമായിട്ടുള്ള വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും എന്നുള്ള പാഠമാണ്. ഈ പാഠത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളാണ് കേട്ടോ നമ്മൾ ചെയ്തു നോക്കുന്നത്. ഇതിലേക്ക് കടക്കുന്നതിന് മുന്നായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 5ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD 5 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അത് ലഭിക്കുന്നതാണ് കേട്ടോ. ഇനി സോഷ്യൽ സയൻസിന്റെ മാത്രം വീഡിയോസ് മതിയെങ്കിൽ STD 5 സോഷ്യൽ സയൻസ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ ലഭ്യമാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. പഠനം തുടങ്ങുന്ന സമയത്ത് നമുക്ക് അവിടെ പീലിയുടെ ഗ്രാമത്തിലേക്കുള്ള യാത്രയിൽ നമ്മൾ രാത്രിയിൽ അവർ കണ്ട ആകാശ കാഴ്ച നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ മക്കളെ. ഇത് കഴിഞ്ഞിട്ടായിരുന്നു അല്ലെ അവർ ഉത്സവം കാണുന്ന ചിത്രമൊക്കെ നമ്മൾ കണ്ടത്. അപ്പോൾ അവർ ആകാശ കാഴ്ച കണ്ട ആ ചിത്രം ശ്രദ്ധിക്കൂ. അന്ന് അപ്പു എഴുതിയ വിവരണം നമുക്കൊന്ന് വായിച്ചു നോക്കാം. അതായത് അവരുടെ യാത്രയ്ക്ക് ശേഷം അപ്പു എഴുതിയ വിവരണമാണ് താഴെ തന്നിട്ടുള്ളത്. വായിക്കൂ. നിലാവ് പൊഴിച്ചു നിൽക്കുന്ന ചന്ദ്രന്റെ മനോഹാരിതയിൽ ആകാശം എത്ര സുന്ദരമാണ്. മുത്തുകൾ വാരി വിതറിയതുപോലെ അനേകായിരം നക്ഷത്രങ്ങൾ ജ്വലിച്ചു നിൽക്കുന്നു. അവയ്ക്കൊപ്പം തിളങ്ങി നിൽക്കുന്ന ഒരു ആകാശഗോളത്തെ നോക്കി പീലി പറഞ്ഞു, അതൊരു ഗ്രഹമാണ്. അത്ഭുതത്തോടെ നോക്കി നിന്ന ഞങ്ങളോട് വിക്കി വിളിച്ചു പറഞ്ഞു, അതാണ് ശുക്രൻ. അപ്പോൾ നീനു ചോദിച്ചു, ഗ്രഹമായിട്ട് കൂടി ശുക്രൻ ഇങ്ങനെ തിളങ്ങുന്നത് എന്തുകൊണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? എല്ലാവരും കൗതുകത്തോടു കൂടി നീനുവിനെ നോക്കി. പിന്നീട് അങ്ങോട്ട് ആകാശത്തിലെ അത്ഭുത കാഴ്ചകളുടെ കെട്ടഴുകിയായിരുന്നു. അപ്പൊ ഇനി ആകാശ കാഴ്ചകളെ കുറിച്ചാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. രാത്രിയിലെ ആകാശ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമല്ലേ? രാത്രിയിലെ മനോഹരമായ ആകാശ കാഴ്ചകൾ പകൽ നമുക്ക് ദൃശ്യമാകാത്തത് എന്തുകൊണ്ട്? കാരണങ്ങൾ എഴുതി നോക്കും. എന്തുകൊണ്ടാണ് മക്കളെ? പകല് സൂര്യ വെളിച്ചം ഒരുപാടുണ്ടായിരിക്കും അല്ലേ? അപ്പൊ സൂര്യപ്രകാശത്തിൽ, അതായത് സൂര്യനാണ് നമ്മോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൂര്യന്റെ സൂര്യൻ ഗ്രഹമല്ല, നക്ഷത്രം എന്ന് പറയുന്നത്. ഓക്കെ, മാറരുതേ, സൂര്യൻ നക്ഷത്രമാണ്. അപ്പൊ സൂര്യന്റെ വെളിച്ചം കൊണ്ടാണ് മറ്റ് ഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ മറ്റ് നക്ഷത്രങ്ങളുടെ വെളിച്ചം നമ്മളിലേക്ക് എത്താത്തത്. രാത്രി സമയത്ത് സൂര്യനില്ല, അതുകൊണ്ട് മറ്റ് നക്ഷത്രങ്ങളുടെ അല്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങളുടെ ഒക്കെ വെളിച്ചം നമ്മളിലേക്ക് എത്തിച്ചേരുന്നു. മനസ്സിലായോ മക്കളെ? സൂര്യന്റെ സാന്നിധ്യമാണ് ഇതിന് കാരണം എന്ന് മനസ്സിലായില്ലേ? സൂര്യൻ ഒരു നക്ഷത്രമാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രവും സൂര്യനാണ്. സൂര്യനേക്കാൾ വലുപ്പമുള്ള മറ്റനേകം നക്ഷത്രങ്ങളുമുണ്ട്. പക്ഷേ നമുക്ക് അവയെ ചെറുതായിട്ട് കാണുന്നത് എന്തുകൊണ്ടാണ്? അവ നമ്മിൽ നിന്നും ഒരുപാട് അകലെ ആയതുകൊണ്ടാണ് കേട്ടോ. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ വളരെ ചെറുതായി കാണുന്നില്ലേ? എന്തുകൊണ്ട്? ഭൂമിയിൽ നിന്ന് വളരെ അകലെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് നക്ഷത്രങ്ങളെ നമുക്ക് ചെറുതായി കാണപ്പെടുന്നത്. സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങൾ വലിയ അളവിൽ താപവും, അതായത് ചൂടും പ്രകാശവും പുറത്തുവിടുന്നു. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന നക്ഷത്ര കൂട്ടങ്ങളാണ് ഗാലക്സികൾ. കണ്ടോ? ഒരുപാട് നക്ഷത്രങ്ങളുടെ കൂട്ടങ്ങൾ അടങ്ങിയതാണ് ഗാലക്സികൾ എന്ന് പറയുന്നത്. നക്ഷത്രങ്ങൾ മിന്നുന്നത് എന്തുകൊണ്ട്? നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായി ദിശാവ്യതിയാനത്തിന് വിധേയമാകുന്നു, അതായത് ദിശ മാറ്റത്തിന് വിധേയമാകുന്നു. അതുകൊണ്ടാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്നതായി നമുക്ക് തോന്നുന്നത്. സൂര്യൻ ഉദിക്കുന്ന സമയത്തെയോ അസ്തമിക്കുന്ന സമയത്തെയോ പ്രകൃതി ഭംഗി വ്യക്തമാക്കുന്ന ചിത്രം വരയ്ക്കും. അപ്പോൾ നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് വരയ്ക്കാം കേട്ടോ. അപ്പോൾ നമുക്കറിയാം, സൂര്യൻ ഉദിക്കുന്ന സമയത്തും അസ്തമിക്കുന്ന സമയത്തും പ്രകൃതി കാണാൻ നല്ല ഭംഗിയായിരിക്കും അല്ലേ? ഒരു ഓറഞ്ച് നിറത്തിൽ അല്ലെങ്കിൽ ചുവന്ന നിറത്തിൽ പ്രകാശം പരത്തിയിട്ടായിരിക്കും ഭൂമി ഉണ്ടായിരിക്കുക. അപ്പൊ ആ നിറത്തിൽ വേണം കേട്ടോ നിങ്ങൾ വരയ്ക്കാനായിട്ട്. സൂര്യനെ കേന്ദ്രമാക്കി ചില ആകാശഗോളങ്ങൾ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു. സൂര്യനും ഈ ആകാശഗോളങ്ങളും ഉൾപ്പെടുന്ന ചിത്രം നിരീക്ഷിക്കൂ. കണ്ടോ മക്കളെ? ആ ചിത്രമാണ് തന്നിട്ടുള്ളത്. അതിൽ എന്തൊക്കെയുണ്ട്? സൂര്യനുണ്ട്, വ്യാഴം, ബുധൻ, ശുക്രൻ, ഭൂമി, ചന്ദ്രൻ, ചൊവ്വ, ക്ഷുദ്രഗ്രഹങ്ങൾ, യുറാനസ്, ശനി, നെപ്റ്റ്യൂൺ, കുള്ളൻ ഗ്രഹങ്ങൾ തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ അതിലുണ്ടല്ലേ? ചിത്രത്തിൽ സൂര്യനെ കൂടാതെ മറ്റേതെല്ലാം ആകാശഗോളങ്ങൾ കാണപ്പെടുന്നു? നമ്മൾ എഴുതി, ഇപ്പൊ പറഞ്ഞു തന്നെയാണ് അത് എഴുതിട്ടോ. ഭൂമി നാം അധിവസിക്കുന്ന ആകാശഗോളം ഇതിലേതാണ്? ഭൂമിയാണ് അല്ലേ? ഭൂമി ഒരു ഗ്രഹമാണ്. എന്താണ് ഗ്രഹങ്ങൾ? സ്വയം കറങ്ങുകയും സൂര്യനെ വലം വെക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. ഗ്രഹങ്ങൾക്ക് ചൂടോ പ്രകാശമോ സ്വയം പുറപ്പെടുവിക്കാൻ കഴിയില്ല. സൂര്യനിൽ നിന്നാണ് ഗ്രഹങ്ങൾക്ക് ചൂടും പ്രകാശവും ലഭിക്കുന്നത്. സൂര്യനെ വലം വയ്ക്കുന്ന ഗ്രഹങ്ങൾ ഏതെല്ലാമെന്നും അവ ഓരോന്നിന്റെയും പ്രത്യേകതകൾ എന്തെല്ലാമെന്നും പട്ടിക നോക്കി മനസ്സിലാക്കൂ. ആദ്യത്തെ ഗ്രഹം ബുധനാണ്. ബുധന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ്. പിന്നെ അതുപോലെ ശുക്രനെ നമ്മൾ
പ്രഭാത നക്ഷത്രമെന്നും പ്രദോഷ നക്ഷത്രമെന്നും രണ്ട് രീതിയിൽ പറയുന്നുണ്ട്. അടുത്തത് ഭൂമി. ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹമാണ് ഭൂമി. പിന്നെ ചൊവ്വയെ ചുവന്ന ഗ്രഹം എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ വ്യാഴമാണ്. വ്യാഴം ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. പിന്നെ ശനി വലുപ്പത്തിൽ 2ാം സ്ഥാനമാണ് ശനിക്കുള്ളത്. അതുപോലെ യുറാനസ് ഏറ്റവും തണുപ്പുള്ള ഗ്രഹമാണ് യുറാനസ്. അവസാനത്തേത് നെപ്റ്റ്യൂൺ. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. സൂര്യനെയും അതിനെ വലം വെക്കുന്ന ആകാശഗോളങ്ങളുടെയും ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഗ്രഹങ്ങൾ മാത്രമാണോ സൂര്യനെ വലം വെക്കുന്നത്? അല്ല അല്ലെ? ആ ചിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഗ്രഹങ്ങളെ കൂടാതെ കുള്ളൻ ഗ്രഹങ്ങളെയും ക്ഷുദ്രഗ്രഹങ്ങളെയും എല്ലാം നമുക്കതിൽ കാണാം. സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങൾ, അവയുടെ ഉപഗ്രഹങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, ഉൽക്കകൾ, വാൽനക്ഷത്രങ്ങൾ എന്നിവ ചേർന്നതാണ് സൗരയൂഥം. സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണ്. സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് ലോകത്തോട് പറഞ്ഞത് നിക്കോളസ് കോപ്പർനിക്കസ് ആണ്. ഇദ്ദേഹം പോളണ്ടുകാരനായ വാനശാസ്ത്രജ്ഞനായിരുന്നു. സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം അഥവാ ആകാശഗംഗ. ഇതിൽ കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് പ്രപഞ്ചം. ഇനി എന്താണ് വാൽനക്ഷത്രങ്ങൾ? സൗരയൂഥത്തിൽ അപൂർവമായി എത്തുന്ന വിരുന്നുകാരാണ് വാൽനക്ഷത്രങ്ങൾ അഥവാ ധൂമകേതുക്കൾ. പാറ, പൊടി, ഹിമം എന്നിവ ചേർന്നാണ് വാൽനക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത്. സൂര്യനോടടുക്കുമ്പോൾ ഇവയുടെ വാൽ സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്നു. ക്ഷുദ്രഗ്രഹങ്ങൾ. ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിലായി കാണപ്പെടുന്ന ചെറുഗ്രഹങ്ങൾ പോലുള്ള ശിലാകഷ്ണങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ. കുള്ളൻ ഗ്രഹങ്ങൾ. സൗരയൂഥത്തിൽ സൂര്യനു ചുറ്റും പരിക്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഗോളാകൃതിയിലുള്ളതുമായ വസ്തുക്കളാണ് കുള്ളൻ ഗ്രഹങ്ങൾ. ഉൽക്കകൾ. ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും മറ്റും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ശിലാകഷ്ണങ്ങളാണ് ഉൽക്കകൾ. രാത്രി സമയങ്ങളിൽ അവ അതിവേഗം സഞ്ചരിക്കുന്ന തീപ്പൊരികളായി ആകാശത്ത് കാണപ്പെടുന്നു. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ഇവ കത്തിത്തീരുന്നു. പ്രാദേശികമായി ഇവ കൊള്ളിമീനുകൾ എന്ന് അറിയപ്പെടാറുണ്ട്. ഗ്രഹങ്ങൾക്കു ചുറ്റും നിശ്ചിത സഞ്ചാരപഥത്തിലൂടെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ. അഥവാ ഗ്രഹങ്ങളെ ചുറ്റി സഞ്ചരിക്കുന്ന ആകാശഗോളങ്ങളാണെന്ത്? ഉപഗ്രഹങ്ങൾ. ഭൂമിയുടെ ഏക ഉപഗ്രഹമാണ് ഏത്? ചന്ദ്രൻ. നക്ഷത്രമാസം. ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലം വയ്ക്കാൻ ഏകദേശം 27.3 ദിവസം വേണ്ടിവരുന്നു. ഇതാണ് ഒരു നക്ഷത്രമാസം. സൗരയൂഥത്തിന്റെ ചിത്രത്തിൽ ഗ്രഹങ്ങളുടെ സഞ്ചാരപാത നിരീക്ഷിക്കൂ. നമുക്കവിടെ തന്നിട്ടുണ്ട്, കണ്ടോ? സൂര്യനെ ചുറ്റിയുള്ള ആകാശഗോളങ്ങളുടെ സഞ്ചാരപാതയാണ് അവയുടെ ഭ്രമണപഥം അഥവാ ഓർബിറ്റ്. ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെയാണ് ഗ്രഹങ്ങൾ സൂര്യനെ വലം വയ്ക്കുന്നത്. ഗ്രഹങ്ങളെ അവയുടെ നിശ്ചിത ഭ്രമണപഥത്തിൽ കൂടി സഞ്ചരിക്കുവാൻ സഹായിക്കുന്നത് ഗ്രഹങ്ങളും സൂര്യനും തമ്മിലുള്ള ആകർഷണ ബലമാണ്. സൂര്യനെ വലം വയ്ക്കുന്നതോടൊപ്പം ഗ്രഹങ്ങളെല്ലാം അവയുടെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നു. കൂട്ടുകാരുടെ സഹായത്തോടെ സൗരയൂഥം റോൾ പ്ലേ ആയി അവതരിപ്പിക്കൂ. ഓരോ ഗ്രഹവും അവരവരുടെ സവിശേഷതകൾ സ്വയം പരിചയപ്പെടുത്താൻ മറക്കല്ലേ. അപ്പോൾ ഓരോ കൂട്ടുകാരായി എന്ത് ചെയ്യുക? ഓരോ ഗ്രഹങ്ങൾ ഓരോരുത്തരാവുക, ഒരാൾ സൂര്യനാവുക, എന്നിട്ട് ആ സൂര്യന് ചുറ്റും മറ്റു ഗ്രഹങ്ങൾ കറങ്ങുന്നതായിട്ട്, അതായത് ഭ്രമണം ചെയ്യുകയും വേണം, പരിക്രമണം ചെയ്യുകയും വേണം, സ്വയം കറങ്ങുകയും വേണം, സൂര്യനെ ചുറ്റി സഞ്ചരിക്കുകയും വേണം. അത്തരത്തിൽ നിങ്ങൾ റോൾ പ്ലേ ആയി അവതരിപ്പിക്കുക. ആ സമയം ഓരോ ഗ്രഹങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പറയാനും മറക്കരുത് കേട്ടോ. നമ്മുടെ ഭൂമി. ബഹിരാകാശ സഞ്ചാരിയായ സുനിത വില്യംസ് ഭൂമിയെക്കുറിച്ച് പറഞ്ഞത് വായിക്കൂ. ഭൂമി ഏറെ മനോഹരവും ആശ്ചര്യജനകവുമായി തോന്നി. ബഹിരാകാശ നിലയത്തിന്റെ ജനാലയിലൂടെ മണിക്കൂറുകളോളം ഞങ്ങൾക്കത് നോക്കിക്കാണാനായി. ഭൂമിയുടെ ഗോളാകൃതി ഞങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞു. ബഹിരാകാശം എന്താണ്? ഒരു ജ്യോതിർഗോളത്തിന്റെ അന്തരീക്ഷ പരിധിക്ക് അപ്പുറമുള്ള മേഖലയാണ് ബഹിരാകാശം. വിവിധ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തങ്ങളായ പഠനങ്ങൾക്കായും പര്യവേഷണത്തിനായും ബഹിരാകാശത്തേക്ക് വിദഗ്ധരെ അയക്കാറുണ്ട്. സൗരയൂഥത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഏക ഗ്രഹമാണ് ഭൂമി. ഭൂമിക്ക് സവിശേഷമായ ഒരു ഗോളാകൃതിയാണ് ഉള്ളത്. ധ്രുവങ്ങൾ അല്പം പരന്നതും ഭൂമധ്യരേഖാഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണിത്. ഈ ആകൃതിയാണ് ജിയോയിഡ്. ജിയോയിഡ് എന്ന പദത്തിന് ഭൂമിയുടെ ആകൃതി എന്നാണ് അർത്ഥം. ഭാരതീയ ശാസ്ത്രജ്ഞനായ ആര്യഭടൻ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നുവെന്നും വിശ്വസിച്ചിരുന്നു. ഗ്രീക്ക് തത്വചിന്തകരായ തെയിൽസ്, പൈത്തഗോറസ്, അരിസ്റ്റോട്ടിൽ എന്നിവരും ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് വിശ്വസിച്ചിരുന്നവരാണ്. പിൽക്കാലത്ത് മഗല്ലൻ എന്ന നാവികന്റെ ലോകം ചുറ്റിയുള്ള കപ്പൽ യാത്ര ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചു.
നമുക്കവിടെ താഴെ ബഹിരാകാശത്ത് നിന്നെടുത്ത ഭൂമിയുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അത് കണ്ടാൽ തന്നെ അറിയാമല്ലേ ഭൂമിയുടെ ആകൃതി എങ്ങനെയാണെന്ന്. ബഹിരാകാശത്ത് നിന്ന് എടുത്ത ഭൂമിയുടെ ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ. ഈ ചിത്രങ്ങളിൽ ഭൂമി ഒരു നീള ഗോളമായല്ലേ കാണപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? കാരണം ഭൂമിയുടെ പകുതിയിലധികം ഭാഗവും എന്താണ്? കടലാണ്. ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഏകദേശം 71% ജലമായതിനാലാണ് ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമി ഒരു നീലഗോളമായി കാണപ്പെടുന്നത്. ഭൂമിയുടെ അന്തരീക്ഷമാണ് ഇതര ഗ്രഹങ്ങളിൽ നിന്നും ഭൂമിയെ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു സവിശേഷത. ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിന്റെ പുതപ്പാണ് അന്തരീക്ഷം. വാതകങ്ങൾ, പൊടിപടലങ്ങൾ, ജലാംശം എന്നിവ അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഭൂമിയിൽ ചൂടിനെയും തണുപ്പിനെയും ക്രമീകരിച്ച് ജീവൻ നിലനിർത്തുന്നതിൽ അന്തരീക്ഷം നിർണായകമായ പങ്കുവഹിക്കുന്നു. ഭൂമിയെ പൊതിഞ്ഞ അന്തരീക്ഷം നിലനിൽക്കുന്നതിനുള്ള കാരണം എന്താണെന്ന് അന്വേഷിക്കൂ. ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിൽ അന്തരീക്ഷം വഹിക്കുന്ന പങ്കിനെ കുറിച്ച് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ. ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിന്റെ പുതപ്പാണ് അന്തരീക്ഷം. വിവിധയിനം വാതകങ്ങൾ, പൊടിപടലങ്ങൾ, ജലാംശം എന്നിവ അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുണ്ട്. ചൂടും തണുപ്പും ക്രമീകരിച്ച് ഭൂമിയിൽ മനുഷ്യനെ വാസയോഗ്യമാക്കുന്നതിൽ അന്തരീക്ഷം വലിയ പങ്ക് വഹിക്കുന്നു. മറ്റു ഗ്രഹങ്ങൾക്കൊന്നും തന്നെ ഇത്തരത്തിലുള്ള അന്തരീക്ഷം ഇല്ല. അപ്പോൾ പ്രധാനമായും എന്താണ്? മനുഷ്യന് വസിക്കാൻ ആവശ്യമായിട്ടുള്ള രീതിയിൽ കാലാവസ്ഥയെ ക്രമീകരിക്കുന്നു എന്നതാണ് അന്തരീക്ഷം കൊണ്ടുള്ള മെച്ചം. ഭൂമിയുടെ ചലനങ്ങൾ നോക്കിക്കേ. ഇവിടെ ഒരു മകനും അച്ഛനും കൂടെ വീഡിയോ കോൾ ചെയ്യണല്ലേ. അച്ഛാ, ഞാനിപ്പോൾ അത്താഴം കഴിച്ചതേ ഉള്ളൂ, ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പൊ അച്ഛൻ എന്താ പറയുന്നത്? മോന് സുഖല്ലേ, ഞങ്ങൾ ഇവിടെ പ്രഭാത ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു. ഓക്കെ, അതായത് ഒരിടത്ത് പകലും ഒരിടത്ത് രാത്രിയുമാണ്. ഈ സംഭാഷണം ശ്രദ്ധിക്കൂ. കാനഡയിൽ ജോലി ചെയ്യുന്ന ജിനു ഇന്ത്യയിലുള്ള മാതാപിതാക്കളുമായി വീഡിയോ കോളിൽ ഏർപ്പെട്ടിരിക്കുന്നതായി നമുക്ക് കാണാം. ജിനു താമസിക്കുന്നതും മാതാപിതാക്കൾ താമസിക്കുന്നതും ഭൂമിയിലെ വ്യത്യസ്ത സ്ഥലങ്ങളിലാണ്. ഗ്ലോബ് നിരീക്ഷിച്ച് കാനഡയുടെയും ഇന്ത്യയുടെയും സ്ഥാനം കണ്ടെത്തൂ. മക്കള് ടീച്ചറുടെ സഹായത്തോട് കൂടിയിട്ട് ഗ്ലോബ് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? അതിൽ കാനഡയുടെയും ഇന്ത്യയുടെയും സ്ഥാനം കണ്ടെത്തുക. എന്തുകൊണ്ടായിരിക്കാം ഈ രണ്ട് സ്ഥലങ്ങളിൽ ഒരിടത്ത് പകലും മറ്റൊരിടത്ത് രാത്രിയുമായിരിക്കുന്നത്? നമുക്കറിയാം, ഭൂമിക്ക് ഗോളാകൃതിയാണ്. ഭൂമി സൂര്യനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു സമയത്തിൽ ഭൂമിയുടെ ഒരു വശത്ത്, അതായത് പകുതി ഭാഗത്തിൽ മാത്രമേ സൂര്യപ്രകാശം ലഭിക്കുകയുള്ളൂ. മറുവശത്ത്, അതായത് മറ്റേ പകുതിയിൽ സൂര്യവെളിച്ചം കിട്ടാത്തത് കൊണ്ട് തന്നെ അവിടെ ഇരുട്ടായിരിക്കും. അതിനാൽ സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് പകലും ലഭിക്കാത്ത ഭാഗത്ത് രാത്രിയും ആവുന്നു. ഭൂമിക്ക് ഗോളാകൃതി ആയതിനാൽ ഭൂമിയുടെ ഒരു പകുതിയിൽ മാത്രമേ ഒരു സമയത്ത് സൂര്യപ്രകാശം ലഭിക്കുന്നുള്ളൂ. മറ്റേ പകുതിയിൽ ഇരുട്ടാണ് അനുഭവപ്പെടുന്നത്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത് മക്കളെ? പകലും രാത്രി ഉണ്ടാവുന്നത് അല്ലെ. അത് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് കേട്ടോ. സൂര്യന് അഭിമുഖമായി വരുന്ന ഭൂമിയുടെ ഭാഗത്ത് സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ അവിടെ പകൽ അനുഭവപ്പെടുന്നു. മറുഭാഗത്ത് സൂര്യപ്രകാശം എത്താത്തതിനാൽ രാത്രിയായിരിക്കും. ഇത്തരത്തിൽ ഭൂമിയിൽ രാത്രിയും പകലും മാറി മാറി അനുഭവപ്പെടുന്നത് ഭൂമിയുടെ ഭ്രമണം മൂലമാണ്. അതായത് ഭൂമി സ്വയം കറങ്ങുന്നത് കൊണ്ടാണ്. ഭൂമി അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതാണ് ഭ്രമണം. അപ്പൊ കണ്ടോ മക്കളെ, അതിന്റെ പകലും രാത്രിയും ഉണ്ടാവുന്നതിന്റെ ഒരു പിക്ചറൈസേഷൻ നിങ്ങൾക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, പകലുള്ള ഭാഗത്ത് വെളിച്ചമുണ്ട്, രാത്രിയുള്ള ഭാഗത്ത് ഇരുട്ടാണ്. ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. അതിനാലാണ് സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നത്. ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ് സമയം ആവശ്യമാണ്. ഇതാണ് ഒരു ദിവസം എന്ന് പറയുന്നത്. ഭൂമിയുടെ പരിക്രമണം. ഭ്രമണം ചെയ്യുന്നതോടൊപ്പം ഭൂമി നിശ്ചിത സഞ്ചാരപഥത്തിലൂടെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നുമുണ്ട്. ഇതാണ് പരിക്രമണം. ഒരു തവണ സൂര്യനെ ചുറ്റി സഞ്ചരിക്കാൻ ഭൂമിക്ക് 365 ദിവസം വേണം. ഇതിനെ ഒരു വർഷമായി കണക്കാക്കുന്നു. ഭൂമിയുടെ പരിക്രമണത്തിന്റെ ഫലമായാണ് വ്യത്യസ്ത ഋതുക്കൾ അനുഭവപ്പെടുന്നത്. അപ്പൊ ഭ്രമണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമി സ്വയം കറങ്ങുന്നതാണ്. അതിന് 24 മണിക്കൂർ എടുക്കുന്നു, അഥവാ 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ് എടുക്കുന്നു. പിന്നെ പരിക്രമണം എന്ന് പറഞ്ഞാൽ സൂര്യനെ ഭൂമി ചുറ്റി സഞ്ചരിക്കുന്നതാണ് അല്ലെ. അതിന് 365 ദിവസം എടുക്കുന്നു. അപ്പോൾ ഈ പരിക്രമണം ഫലമാണ് എന്തുണ്ടാവുന്നത്? ഋതുക്കൾ, അഥവാ പല സീസണുകൾ, പല പല കാലങ്ങൾ ഉണ്ടാവുന്നത്. ഭൂമിയുടെ പരിക്രമണം വ്യക്തമാക്കുന്ന ഡയഗ്രാം ചാർട്ടിൽ ചിത്രീകരിച്ച് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. അത് നിങ്ങളുടെ ടീച്ചറുടെ സഹായത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഋതുക്കളെ കുറിച്ച് നോക്കാം. ഇവിടെ ഒരു കഥ പറയുന്നുണ്ട് ഒരു മുത്തശ്ശി. നോക്കിക്കേ, എന്റെ കുട്ടിക്കാലം എന്ത് രസമായിരുന്നു. സ്കൂൾ തുറക്കുമ്പോൾ തന്നെ പുത്തൻ ഉടുപ്പിനെ നനയ്ക്കുന്ന ഇടവപ്പാതി മഴ. ഏകദേശം 2 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ മഴ കർക്കിടകം കഴിയുന്നതോടെ ശമിച്ചു തുടങ്ങും. പിന്നെ സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും മാസമായ ചിങ്ങമാസത്തിന്റെ കടന്നുവരവാണ്. ഈ സമയം പ്രകൃതി പൂത്തുലഞ്ഞ് ഓണത്തെ വരവേൽക്കുന്ന കാഴ്ച എത്ര മനോഹരമാണെന്നോ. തുടർന്ന്
കന്നിച്ചൂടിന് ആശ്വാസം പകർന്ന് തുലാവർഷം എത്തുന്നു. വൃശ്ചികം, ധനു മാസങ്ങൾ പ്രകൃതിയെ തണുപ്പിക്കും. മകരമാസത്തിൽ ചില വൃക്ഷങ്ങൾ ഇല പൊഴിഞ്ഞു നിൽക്കുന്നത് കാണാം. കുംഭം, മീനം, മേടം മാസങ്ങളിലെ അതിശക്തമായ ചൂടുകൊണ്ട് മിക്കവാറും ജലാശയങ്ങൾ വറ്റിവരളും. തൊടിയിൽ കായ്ച്ചു നിൽക്കുന്ന മാവും പ്ലാവും പ്രകൃതിയെ ആ സമയത്തും മനോഹരമാക്കിയിരുന്നു. മുത്തശ്ശിയുടെ അനുഭവം വായിച്ചല്ലോ. കുട്ടിക്കാലം മുതൽ തന്റെ ചുറ്റുപാടുമുണ്ടായ മാറ്റങ്ങളെ കുറിച്ചല്ലേ മുത്തശ്ശി ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. എന്തൊക്കെ മാറ്റങ്ങളാണവ? മഴ, ഓണത്തിന്റെ വരവ്, ചൂട്, തുലാവർഷം, വൃശ്ചികം, ധനു മാസങ്ങളിലെ തണുപ്പ്, വരൾച്ച തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണല്ലേ പറഞ്ഞിരിക്കുന്നത്. എല്ലാ കാലത്തും എല്ലാ തരം കായ്കനികളും നമുക്ക് ഒരുപോലെ ലഭിക്കാറുണ്ടോ? ചർച്ച ചെയ്യുക. ഇല്ല, ഓരോ വിളയ്ക്കും വ്യത്യസ്ത കാലാവസ്ഥകളാണ് ആവശ്യം. അതുകൊണ്ട് തന്നെ ആ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് വിളകളാണ് ഓരോ കാലത്തും ലഭിക്കുക. ഇന്ന് നമുക്ക് അവിടെ 3 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ ഏതെല്ലാം കാലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്? ആദ്യത്തേത് മഴക്കാലം, രണ്ടാമത്തേത് മഞ്ഞുകാലം, മൂന്നാമത്തേത് വേനൽക്കാലം. നിങ്ങളുടെ പ്രദേശത്ത് ഈ കാലങ്ങളെല്ലാം അനുഭവപ്പെടാറുണ്ടോ? ഉണ്ട് അല്ലേ? വ്യത്യസ്ത കാലങ്ങളിൽ നിങ്ങളുടെ ചുറ്റുപാടും കാണുന്ന കാഴ്ചകൾ എന്തെല്ലാം? ക്ലാസ്സിൽ ചർച്ച ചെയ്ത് ചുവടെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. നമുക്ക് അവിടെ വേനൽക്കാലത്തും മഴക്കാലത്തും മഞ്ഞുകാലത്തും പ്രത്യേകിച്ച് കാണുന്ന കാഴ്ചകളെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഓരോന്ന് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ബാക്കി 2 കൂടെ നമുക്ക് എഴുതി ചേർക്കാം. ആദ്യത്തേത് വേനൽക്കാലമാണ്. വേനൽക്കാലത്തിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ജലാശയങ്ങൾ വറ്റുന്നു, ചൂട് കൂടുന്നു, ജലക്ഷാമം രൂക്ഷമാവുന്നു. രണ്ടാമത്തേത് മഴക്കാലം. പുഴകൾ നിറഞ്ഞൊഴുകുന്നു, ചൂട് കുറയുന്നു, പ്രളയം, വെള്ളപ്പൊക്കം തുടങ്ങിയ ദുരന്തങ്ങൾ കൂടുന്നു. മൂന്നാമത്തേത് മഞ്ഞുകാലം. ഉയർന്ന പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ച ഉണ്ടാവുന്നു, പൂക്കൾ, കായ്കൾ എന്നിവ കൂടുതൽ ഉണ്ടാവുന്നു, ഇലകൾ അധികം ഇലപൊഴിക്കുന്നു. കേരളത്തിൽ വിവിധ കാലങ്ങൾ ഇത്തരത്തിലാണ് അനുഭവപ്പെടുന്നതെങ്കിലും ഭൂമിയുടെ മറ്റു പ്രദേശങ്ങളിൽ ഈ കാലങ്ങൾ വ്യത്യസ്തമായാണ് അനുഭവപ്പെടുന്നത്. ഭൂമിയുടെ പരിക്രമണവും ഭൂമിയിൽ ലഭിക്കുന്ന സൗരോർജത്തിന്റെ ഏറ്റക്കുറച്ചിലുകളുമാണ് ഇത്തരത്തിലുള്ള ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നത്. ഋതുഭേദങ്ങൾക്കനുസരിച്ച് അന്തരീക്ഷ സ്ഥിതിയിലും പ്രകൃതിയിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഭൂമിയുടെ 2 പ്രധാന ചലനങ്ങളായ ഭ്രമണവും പരിക്രമണവും അടിസ്ഥാനമാക്കി ചുവടെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. ആദ്യത്തേത് ഭ്രമണമാണ്. ഭ്രമണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമി സ്വയം അച്ചുതണ്ടിൽ കറങ്ങുന്നതാണ് അല്ലെ. സ്വന്തം അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെയാണ് നമ്മൾ ഭ്രമണം എന്ന് പറയാം. ഭ്രമണത്തിന്റെ ഫലമായിട്ടാണ് എന്ത്? രാത്രിയും പകലും ഉണ്ടാകുന്നത്. ഇനി പരിക്രമണം എന്താണ്? ഭൂമി സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെയും ചുറ്റി സഞ്ചരിക്കുന്നതിനെയാണ് നമ്മൾ പരിക്രമണം എന്ന് പറയാം. പരിക്രമണത്തിന്റെ ഫലമായാണ് ഋതുക്കൾ ഉണ്ടാകുന്നത്. ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും. അണ്ടർ-17 ക്രിക്കറ്റ് മഴ മൂലം ഫൈനൽ മത്സരം ഉപേക്ഷിച്ചു. അവിടെ ഒരു ന്യൂസ് പേപ്പർ കട്ടിംഗ് ആണ് തന്നിട്ടുള്ളത് അല്ലെ. കൊച്ചി. ഇന്നലെ നടത്താനിരുന്ന അണ്ടർ-17 ക്രിക്കറ്റ് ഫൈനൽ മത്സരം പെട്ടെന്നുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് ഉപേക്ഷിച്ചു. അടുത്ത 3 ദിവസത്തേക്ക് ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അപ്പൊ ഇവിടെ കാലാവസ്ഥ മാറ്റത്തെക്കുറിച്ച് അല്ലെങ്കിൽ കാലാവസ്ഥയെക്കുറിച്ചാണ് അല്ലെ പറഞ്ഞിരിക്കുന്നത്. ഈ വാർത്ത ശ്രദ്ധിച്ചില്ലേ? ക്രിക്കറ്റ് മത്സരം ഉപേക്ഷിക്കാൻ ഇടയാക്കിയ സാഹചര്യം എന്താണ്? മഴയാണ് അല്ലെ. മഴ പെയ്തതാണ്. അന്തരീക്ഷാവസ്ഥയിൽ ചിലപ്പോഴൊക്കെ ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ദിനാന്തരീക്ഷ സ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റം മൂലമാണ്. ഇനി എന്താണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് നോക്കാം. ഒരു പ്രദേശത്ത് നിശ്ചിത സമയത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി അഥവാ വെതർ. നിശ്ചിത സമയത്തെ അന്തരീക്ഷത്തിലെ ഈർപ്പം, ചൂട്, മഴ, കാറ്റ്, മേഘം തുടങ്ങിയവ ദിനാന്തരീക്ഷ സ്ഥിതിയെ സ്വാധീനിക്കുന്നു. കാലാവസ്ഥ. ദീർഘകാലമായി ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ എന്ന് പറയുന്നത്. നമുക്കവിടെ മറ്റു ചില വാർത്താ കട്ടിങ്സ് തന്നിട്ടുണ്ട്. നോക്കിക്കേ. ചൂട് കൂടുന്നു, സംസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശം. ഹിമാചലിൽ നിന്നും വീണ്ടും മഞ്ഞുവീഴ്ച, സ്കൂളുകൾക്ക് അവധി. കനത്ത മഴ, 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ശക്തമായ കാറ്റിന് സാധ്യത, മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ്. കൃത്യവും ശാസ്ത്രീയവുമായ ദിനാന്തരീക്ഷ മുന്നറിയിപ്പുകൾ നിത്യജീവിതത്തിൽ എത്രത്തോളം സഹായകമാണ്? ചർച്ച ചെയ്യൂ. അപകട സാധ്യത കുറയ്ക്കുന്നു, യാത്രകൾ ക്രമീകരിക്കാനാവുന്നു, മുൻകരുതലുകൾ എടുക്കാം, സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കാലാവസ്ഥാ പ്രവചനം കൊണ്ട് അല്ലെങ്കിൽ മുൻകൂട്ടി കാലാവസ്ഥാ പ്രവചനം അറിയുന്നത് കൊണ്ടുള്ള മെച്ചങ്ങൾ കേട്ടോ. കാലാവസ്ഥയും ജനജീവിതവും. ഉറച്ചു കട്ടിയായി തീർന്ന തടാകങ്ങളുടെ മാറിലൂടെ ബസ്സും ലോറിയും കാറും ഓടിത്തുടങ്ങും. സ്കീയിങ്, സ്കേറ്റിംഗ് തുടങ്ങിയ വിന്റർ സ്പോർട്സുകളുടെ ബഹളമായിരിക്കും ഓരോ മൂലയിലും. വർഷത്തിൽ അധികകാലവും മഞ്ഞു മൂടിക്കിടക്കുന്നത് കൊണ്ട് റോഡുകൾ ഉറപ്പിലും ഭംഗിയിലും നിലനിർത്താൻ വളരെ ബുദ്ധിമുട്ടും പണച്ചെലവും ഉണ്ട്. ലാഫ്തിയുടെ ശരിയായ അഴക് കാണണമെങ്കിൽ ഹേമന്തകാലത്ത് ഇവിടെ വരണമെന്ന് കായ പറഞ്ഞു. അന്ന് നിലമെല്ലാം ധവളാഭമായ ഹിമത്താൽ മൂടിയിരിക്കും. മരങ്ങളെല്ലാം വെള്ളക്കടലാസ് തോരണങ്ങൾ പോലെ നിലകൊള്ളുന്നുണ്ടാകും. ഹിമത്തിൽ കളിക്കാൻ കുട്ടികൾക്ക് എന്ത് ഉത്സാഹമാണെന്നോ. ഏതാണ്ട് 6 മാസക്കാലം നീണ്ട രാത്രികൾ തന്നെ. പകൽ വെളിച്ചം കൂടിയാൽ 1-2 മണിക്കൂർ ഉണ്ടാകും.
നിലം നീളെ മൂടിക്കിടക്കുന്ന ഹിമത്തിന്റെ ധാവള്യവും ആകാശത്തിന്റെ വെളിച്ചവും കൂടിക്കലർന്ന് നേരിയ നിരാവു പരന്നുപോലെ തോന്നും. എസ് കെ പൊറ്റക്കാടിന്റെ പാതിരാസൂര്യന്റെ നാട്ടിൽ എന്നുള്ള പുസ്തക സമാഹാരത്തിൽ നിന്നുള്ള വരികളാണ് കേട്ടോ ഇത്. കുറിപ്പ് വായിച്ചില്ലേ? പ്രശസ്ത സഞ്ചാര സാഹിത്യകാരനായ എസ് കെ പൊറ്റക്കാടിന്റെ പാതിരാസൂര്യന്റെ നാട്ടിൽ എന്ന കൃതിയിൽ മഞ്ഞുമൂടിയ പ്രദേശത്തെ ജനജീവിതത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗമാണ് നിങ്ങൾ വായിച്ചത്. എന്തൊക്കെ പ്രത്യേകതകളാണ് ഈ പ്രദേശത്തിനുള്ളത്? യൂറോപ്പിന്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നോർവേയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വർഷത്തിൽ അധിക ദിവസങ്ങളും മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശമാണ് ഇത്. 6 മാസം നീണ്ട രാത്രിയാണുള്ളത്. ആ ദിവസങ്ങളിൽ പകൽ 1-2 മണിക്കൂർ മാത്രമേ വെളിച്ചമുണ്ടാവുകയുള്ളൂ. പാതിരാസൂര്യന്റെ നാട്. പാതിരാസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് നോർവേ. യൂറോപ്പിന്റെ വടക്കു ഭാഗത്താണ് നോർവേ സ്ഥിതി ചെയ്യുന്നത്. വർഷത്തിൽ അധിക കാലവും മഞ്ഞു മൂടിക്കിടക്കുന്ന നോർവേയുടെ ഏറ്റവും വടക്കുള്ള പ്രദേശങ്ങളിൽ 6 മാസത്തോളം തുടർച്ചയായ പകലും 6 മാസത്തോളം തുടർച്ചയായ രാത്രിയുമാണ് അനുഭവപ്പെടുന്നത്. അറ്റ്ലസ് നിരീക്ഷിച്ച് നോർവേയുടെ സ്ഥാനം കണ്ടെത്തൂ. അത് നിങ്ങളുടെ ടീച്ചറുടെ സഹായത്തോടു കൂടിയിട്ട് നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. അറ്റ്ലസോ അല്ലെങ്കിൽ ഗ്ലോബ് ആയാലും മതി കേട്ടോ. ജനവാസം കുറവുള്ള മഞ്ഞു മൂടിക്കിടക്കുന്ന ഈ പ്രദേശത്തെ ജനജീവിതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. തുകൽ കൊണ്ട് നിർമ്മിച്ചതും വായു കടക്കാത്തതുമായ പാദരക്ഷകളും രോമനിർമ്മിതമായ വസ്ത്രങ്ങളുമാണ് ഇവിടത്തെ ജനങ്ങൾ ധരിക്കുന്നത്. ഇവിടത്തെ തദ്ദേശീയരായ ഇന്യൂട്ട് വളർത്തുനായകൾ വലിക്കുന്ന പരന്ന സ്ലെഡ്ജുകളിൽ സഞ്ചരിക്കുന്നത് സാധാരണ കാഴ്ചയാണ്. 6 മാസത്തോളം നീളുന്ന ശൈത്യകാലത്ത് ഇവർ വാസസ്ഥലമായ ഇഗ്ലൂവിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. അതിശൈത്യത്തെ അതിജീവിക്കുന്ന പന്നൽ, പായൽ തുടങ്ങിയവയാണ് ഇവിടത്തെ മുഖ്യ സസ്യവർഗ്ഗങ്ങൾ. തിമിംഗലം, മത്സ്യങ്ങൾ, ഹിമമൂങ്ങ, സീൽ, ഹിമക്കരടി തുടങ്ങിയവയാണ് പ്രധാന ജന്തുവർഗ്ഗങ്ങൾ. വേട്ടയാടലും മത്സ്യബന്ധനവുമാണ് ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം. ഇനി ഇഗ്ലുവിനെ കുറിച്ച് കുറച്ചു കാര്യങ്ങൾ നോക്കാം. ഇഗ്ലു ധ്രുവപ്രദേശങ്ങളിൽ അഥവാ മഞ്ഞുള്ള പ്രദേശങ്ങളിൽ അധിവസിക്കുന്ന തദ്ദേശീയരായ ജനവിഭാഗമാണ് ഇന്യൂട്ട് അഥവാ എക്സിമോകൾ. ഇവർ മഞ്ഞുകട്ടകൾ കൊണ്ട് നിർമ്മിക്കുന്ന വീടുകളാണ് ഇഗ്ലു. മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളുടെ സവിശേഷതകൾ അടങ്ങിയ ഡിജിറ്റൽ ആൽബം ടീച്ചറുടെ സഹായത്തോടെ തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ് കേട്ടോ. ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ. നമുക്കിവിടെ മരുഭൂമിയുടെ ചിത്രങ്ങളാണ്, 2 ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത്. ധ്രുവ പ്രദേശങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഭൂമിശാസ്ത്ര സവിശേഷതകളുള്ള ഭൂവിഭാഗമാണ് ഉഷ്ണമരുഭൂമികൾ. വിശാലമായ മണൽപ്പരപ്പുകളും മണൽക്കുന്നുകളും ഇവിടത്തെ പ്രത്യേകതയാണ്. ഇവിടെ പകൽ താപം വളരെ കൂടുതലും രാത്രി താപം വളരെ കുറവുമാണ്. മഴ തീരെ കുറവായ ഈ പ്രദേശങ്ങളിൽ ഉയർന്ന താപവും വരണ്ട കാറ്റും ജലദൗർലഭ്യവും അനുഭവപ്പെടുന്നു. ഈ പ്രദേശങ്ങളിൽ ജനവാസം തീരെ കുറവാണ്. ഉഷ്ണമരുഭൂമികളിൽ കാലാവസ്ഥയ്ക്കിണങ്ങുന്ന ജീവിത രീതിയാണ് ഉള്ളത്. തുടർച്ചയായ വരൾച്ചയും മണൽക്കാറ്റുകളും മരുഭൂമികളുടെ മറ്റ് സവിശേഷതകളാണ്. അയഞ്ഞ വസ്ത്രങ്ങളും മുഖം മറയ്ക്കുന്ന ശിരോവസ്ത്രവും മരുഭൂമി നിവാസികളുടെ വസ്ത്രധാരണത്തിലെ പ്രത്യേകതകളാണ്. സഞ്ചാരത്തിനും ചരക്കു നീക്കത്തിനും ഒട്ടകത്തെ ഉപയോഗിക്കുന്നത് മരുഭൂമികളിലെ സാധാരണ കാഴ്ചയാണ്. മരുഭൂമി പ്രദേശത്തിന്റെ മറ്റ് സവിശേഷതകൾ എഴുതി ചാർട്ട് പൂർത്തിയാക്കുക. നോക്കിക്കേ, 3 നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. രാത്രി താപം വളരെ കുറവ്, വിശാലമായ മണൽപ്പരപ്പ്, പകൽ താപം വളരെ കൂടുതൽ. ഇനി ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? മണൽക്കൂനകൾ കാണാം, മഴ വളരെ കുറവാണ്, ജലക്ഷാമം രൂക്ഷമാണ്, വരണ്ട കാറ്റ്, ജനവാസം കുറവാണ്, സഞ്ചാര മാർഗങ്ങൾക്ക് ഒട്ടകങ്ങളെയാണ് ഉപയോഗിക്കുന്നത്. ഇത്തരം പ്രത്യേകതകളുള്ള പ്രദേശങ്ങളിൽ കാലാവസ്ഥയ്ക്കിണങ്ങുന്ന വേറിട്ട ജീവിത രീതിയാണ് ഉള്ളത്. ധ്രുവപ്രദേശങ്ങളിലെയും മരുപ്രദേശങ്ങളിലെയും ഭൗതിക വൈവിധ്യങ്ങൾ അവിടുത്തെ ജനജീവിതത്തെ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നുണ്ടെന്ന് നാം ചർച്ച ചെയ്തല്ലോ. ഒരു പ്രദേശത്തെ കൃഷി, തൊഴിൽ, ആഹാരം, വസ്ത്രധാരണ രീതി, വീടു നിർമ്മാണം, ആഘോഷങ്ങൾ തുടങ്ങിയവയെല്ലാം അവിടുത്തെ കാലാവസ്ഥയ്ക്കനുസരിച്ചാണ് രൂപപ്പെട്ടിരിക്കുന്നത്. എന്നാൽ മനുഷ്യരുടെ അശാസ്ത്രീയമായ ഇടപെടലുകൾ സ്വാഭാവിക പരിസ്ഥിതിയിൽ മാറ്റങ്ങൾ വരുത്തുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇതിന്റെ ഫലമായി ലോകമെമ്പാടും ഇന്ന് കാലാവസ്ഥയിൽ ഗണ്യമായ വ്യതിയാനങ്ങളാണ് ഉണ്ടാകുന്നത്. ഇനി എന്താണ് കാലാവസ്ഥാ വ്യതിയാനം എന്ന് നോക്കാം. ഞാൻ കെനിയയിൽ നിന്നാണ് വരുന്നത്. അവിടെ 20 കോടി ജനങ്ങൾ കാലാവസ്ഥാ മാറ്റത്തിന്റെ ദുരിതം അനുഭവിക്കുകയാണ്. കൊടും വരൾച്ചയാണ് അവിടെ. 2 വർഷമായി ഞങ്ങൾക്ക് മഴ കിട്ടിയിട്ട്. 3-ാം വർഷവും അങ്ങനെ തന്നെയാകും എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഞങ്ങൾക്ക് മഴയില്ല, പുഴകളെല്ലാം വറ്റി, താപതരംഗങ്ങൾ വീശിയടിക്കുന്നു. നിങ്ങളുടെ ഹൃദയം ദയവായി ഒന്ന് തുറക്കൂ. ഞങ്ങളുടെ വിളകൾ മുഴുവൻ കരിഞ്ഞുണങ്ങി, മൃഗങ്ങളും മനുഷ്യരും മരിച്ചു വീഴുകയാണ്. ഇങ്ങനെ പോയാൽ 2025ഓടെ ഞങ്ങളിൽ പകുതി പേരും ഇല്ലാതാകും. ഈ സമ്മേളനത്തിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണ് ഞങ്ങൾക്ക് മഴ തിരിച്ചു തരുമോ എന്ന് തീരുമാനിക്കുക. ഞങ്ങളുടെ കൂട്ടുകാരായ കുട്ടികൾക്ക് ഭക്ഷണവും വെള്ളവും ലഭിക്കുമോ എന്ന് തീരുമാനിക്കുക. ദയവായി നിങ്ങൾ ഹൃദയം ഒന്ന് തുറക്കൂ. ദയവായി നിങ്ങൾ ഹൃദയം ഒന്ന് തുറക്കൂ.
2021 ഒക്ടോബർ 31 ഐക്യരാഷ്ട്ര സംഘടനയുടെ ഗ്ലാസ്ഗോ കാലാവസ്ഥാ സമ്മേളനത്തിൽ വെച്ച് കെനിയയിൽ നിന്നുള്ള സ്കൂൾ വിദ്യാർത്ഥിനിയായ എലിസബത്ത് ബറ്റി ലോക നേതാക്കളോട് നടത്തിയ അഭ്യർത്ഥനയാണ് നിങ്ങൾ വായിച്ചത്. ഇന്ന് ലോകം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നതും വരും തലമുറ അഭിമുഖീകരിക്കാൻ പോകുന്നതുമായ ഏറ്റവും സങ്കീർണമായ പ്രശ്നമാണ് കാലാവസ്ഥാ വ്യതിയാനം. ഒരു പ്രദേശത്തിന്റെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ആ പ്രദേശത്തിന്റെ അന്തരീക്ഷ സ്ഥിതി. അന്തരീക്ഷത്തിന്റെ താപനിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ് കാലാവസ്ഥാ വ്യതിയാനമായി കണക്കാക്കുന്നത്. കാലാവസ്ഥാ മാറ്റം ഭൂമിയിൽ സാവധാനത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. കാലാവസ്ഥയിൽ നേരിയ തോതിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പോലും പ്രകൃതിയെ സാരമായി ബാധിക്കുന്നു. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനം നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുന്നത്? ചൂട് കൂടും അല്ലെങ്കിൽ ചൂട് വളരെ കുറയും. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് അനുവിന്റെ സ്കൂളിൽ നടത്തിയ ചിത്ര പ്രദർശനത്തിലെ ചില ചിത്രങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. നോക്കിക്കേ മക്കളെ, ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. കാലാവസ്ഥാ വ്യതിയാനം കാരണം ഭൂമിയിൽ സംഭവിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളാണ് ചിത്രങ്ങളിൽ നൽകിയിട്ടുള്ളത്. ഏതൊക്കെയാണ് അവ? മഞ്ഞുരുകൽ, മണ്ണിടിച്ചിൽ, പ്രളയം, കാട്ടുതീ, വരൾച്ച, ചുഴലിക്കാറ്റ് എന്നിവയാണ് തന്നിട്ടുള്ളത്. ഇനി കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ആഗോള താപനില ഉയരുന്നു, സമുദ്രനിരപ്പിലെ ഉയർച്ചയും സുനാമി ദുരന്തങ്ങളും ഉണ്ടാകുന്നു, കാലം തെറ്റിയ മഴയും മഴയുടെ തോതിലുള്ള ഏറ്റക്കുറച്ചിലും, വരൾച്ച, ധ്രുവ പ്രദേശങ്ങളിലെ മഞ്ഞുരുകൽ, അനിയന്ത്രിതമായ പ്രകൃതി വിഭവങ്ങളുടെ ഉപയോഗവും അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളും ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്നു. ഇനി താഴെ തന്നിട്ടുള്ള ഈ ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ. ഇവിടെ എന്തൊക്കെയാ കാണുന്നുണ്ട് മക്കളെ? വാഹനങ്ങളിൽ നിന്നുള്ള അമിതമായ പുക, പിന്നെയോ പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുന്നത്, ഫാക്ടറികളിൽ നിന്നുള്ള വിഷപ്പുക, പിന്നെ രാസവള പ്രയോഗങ്ങള്, മരങ്ങൾ വെട്ടി മുറിക്കുന്നത്, ഇതെല്ലാം കാണുന്നുണ്ട് അല്ലെ? മനുഷ്യരുടെ അശാസ്ത്രീയമായ പല പ്രവർത്തനങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് കാരണമാകാറുണ്ട്. അവ ഏതെല്ലാം എന്ന് ചിത്രത്തിൽ നിന്ന് കണ്ടെത്തി എഴുതൂ. വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന വിഷവാതകങ്ങൾ, വനനശീകരണം, അനിയന്ത്രിതമായ പ്ലാസ്റ്റിക് ഉപയോഗം, അമിതമായ രാസവള കീടനാശിനി പ്രയോഗം, മലകളും കുന്നുകളും ഇടിക്കൽ, വയൽ നികത്തൽ, ഫാക്ടറിയിൽ നിന്നുള്ള വിഷവാതകം പുറന്തള്ളൽ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കൽ, ഇതെല്ലാം നമുക്കതിൽ എഴുതാവുന്നതാണ്. കാലാവസ്ഥാ വ്യതിയാനം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും പല വിധത്തിൽ ബാധിക്കുന്നുണ്ട്. പല ജീവജാലങ്ങളുടെയും വംശനാശത്തിനും ഇത് കാരണമാകുന്നു. പലപ്പോഴും കാലാവസ്ഥാ വ്യതിയാനം പ്രകൃതി ദുരന്തങ്ങൾക്ക് പോലും കാരണമാകാറുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം കാരണം വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെക്കുറിച്ച് ടീച്ചറിന്റെ സഹായത്തോടെ വിവരങ്ങൾ ശേഖരിച്ച് ചുമർ പത്രിക തയ്യാറാക്കുക. അത് നിങ്ങൾക്ക് ക്ലാസ്സിൽ ചെയ്യാവുന്ന ഒരു പ്രവർത്തനമാണ്. ചുമർ പത്രിക തയ്യാറാക്കാനാണ് നിങ്ങളുടെ ടീച്ചർ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് അതിൽ ഹിമക്കരടിയെ കുറിച്ച്, പെൻഗ്വിനെ കുറിച്ച് എല്ലാം എഴുതി ചേർക്കാവുന്നതാണ് കേട്ടോ. കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാവുന്ന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനും പരിസ്ഥിതി സംരക്ഷണത്തിനുമായി കേരള സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു. ഇതിനുദാഹരണമാണ് ഹരിത കേരളം മിഷൻ. എന്താണ് ഹരിത കേരളം മിഷൻ എന്ന് നോക്കാം. മണ്ണ് ജല സംരക്ഷണം, ശുചിത്വം, മാലിന്യ സംസ്കരണം, ജൈവ കൃഷി എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹരിത കേരളം മിഷൻ. ഹരിത കർമ്മസേന, പച്ചത്തുരുത്ത് തുടങ്ങിയവ ഹരിത കേരളം മിഷന്റെ ശ്രദ്ധേയമായ കർമ്മ പരിപാടികളാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് സഹായകമായ പോസ്റ്ററുകൾ തയ്യാറാക്കി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അത് ഞാൻ കുറച്ച് പോസ്റ്ററുകൾക്ക് എക്സാമ്പിളുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് വരച്ചു ചേർക്കാവുന്നതാണ് കേട്ടോ. നാം അധിവസിക്കുന്ന മനോഹരമായ ഭൂമിയും അതിലെ വിഭവങ്ങളും വരും തലമുറയ്ക്ക് കൂടി അവകാശപ്പെട്ടതാണ്. അതിനാൽ ഇന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്ന പ്രകൃതി വിഭവങ്ങൾ കരുതലോടെ ഉപയോഗിക്കാൻ നാം ബാധ്യസ്ഥരാണ്. പ്രകൃതിയുമായി ഇണങ്ങി ജീവിച്ചുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം എന്ന വൻ വിപത്തിനെതിരെ നമുക്ക് ഒന്നിച്ചു പോരാടാം. കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിനായി പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം. കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിനായി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ എന്തെല്ലാം? നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ക്ലാസ്സിലെ വാർത്താ ബോർഡിൽ പ്രദർശിപ്പിക്കൂ. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുക, വനനശീകരണം തടയുക, പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, ജൈവവള ഉപയോഗം വർദ്ധിപ്പിക്കുക, പേപ്പർ സഞ്ചി, സ്റ്റീൽ കുപ്പികൾ തുടങ്ങിയവ ഉപയോഗിക്കുക, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഹരിത കർമ്മസേനാംഗങ്ങളെ ഏൽപ്പിക്കുക, പ്ലാസ്റ്റിക്കുകൾ കത്തിക്കാതിരിക്കുക, മരങ്ങൾ വെട്ടിമുറിക്കാതിരിക്കുക, മലയും കുന്നും വയലും ഒന്നും നശിപ്പിക്കാതിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ മക്കളെ നിങ്ങൾക്ക് 10ാമത്തെ യൂണിറ്റിൽ പഠിക്കാനായിട്ടുള്ളത്. ഒരുപാട് കണ്ടന്റ് ഉണ്ട്. ഒരുപാട് കണ്ടന്റ് നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കാനുള്ള കാര്യങ്ങളാണ്. അതൊക്കെ പഠിക്കുക.
ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. 5ാം ക്ലാസ്സിലെ മക്കൾക്ക് ആവശ്യമുള്ള മറ്റു വിഷയങ്ങളിലെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്തേക്കാൻ മറക്കരുത് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്